ഭയങ്കര ബ്രഹ്മാണ്ഡ സിനിമയായിട്ടൊന്നുമല്ല ഇതിനെ തുടക്കം മുതലേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതും. സിനിമ തുടങ്ങി ഇതിൻ്റെ ആദ്യത്തെ ഒരു കഥ കേട്ടപ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു ടെൻഷനും ഇല്ലാതെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് ചിരിക്കാവുന്ന കുറേ തമാശകളും, അതായത് ഇതിൻ്റെ ലോജിക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ലോജിക്ക് നോക്കുന്നത് ഭയങ്കര ഇല്ലോജിക്കലാണ് ഈ സിനിമയ്ക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിന് പ്ലാൻ ചെയ്തത് തന്നെ. കാര്യം കഥാപാത്രങ്ങൾ മണ്ടന്മാരാണ്, അത് കാരണം കൊണ്ട് അതിൻ്റെ ലോജിക്ക് നോക്കുന്നവരാണ് മണ്ടന്മാരാകുക. അപ്പോൾ അങ്ങനെ ഒരു സിനിമ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തത്. അവരുടെ സിറ്റുവേഷൻസും ആ സിറ്റുവേഷൻസിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ തമാശകളും. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന്, ഇപ്പോൾ ഞാനും ഒരു ഷോ കണ്ടു, അത് കഴിഞ്ഞ് പല ഷോസിനും ഇവർ തിയേറ്ററിൽ പോയിട്ട് ഓഡിയൻസ് റിയാക്ഷനൊക്കെ നേരിട്ട് കണ്ട് വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിറഞ്ഞ ചിരിയോടെ നിറഞ്ഞ സദസ്സുകളിൽ മരണമാസ് പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇനി ബാക്കി അടുത്ത ആളുകളിലേക്ക് ഞാൻ എൻ്റെ ഈ മൈക്ക് കൈമാറുകയാണ്. അവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ഇൻ്റർവ്യൂസിൽ പറഞ്ഞതുപോലെ എന്നെ പറ്റി അപവാദങ്ങൾ തന്നെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ മൈക്ക് ഞാനൊന്നും കൂടെ മേടിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു. ഇപ്പോൾ 10 പേർക്ക് ചേർത്ത് ഒരു കാപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ചേർത്ത് ഒരു 10 പഴവും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് 10 പേർക്കും ചേർന്നല്ല, ഈ കാപ്പി എനിക്ക് വേണ്ടി മാത്രം. ഈ കാപ്പി ഇവൻ ചോദിച്ച് മേടിച്ചതാണ്, നായകൻ എന്നുള്ള പ്രിവിലേജ് വെച്ചിട്ട്. അപ്പോൾ അവൻ അത് ഷെയർ ചെയ്യാത്തിടത്തോളം കാലം ഇവന് പരാതി പറയുന്ന അവകാശമില്ല. ബിസ്ക്കറ്റ് ഉണ്ട്, ബിസ്ക്കറ്റ്. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും, ഒരുപാട് നന്ദി. എല്ലാവരും സിനിമ കണ്ടു, കാണാത്തവരുണ്ടെങ്കിൽ പോയി പറയുക. അതുപോലെ തന്നെ ഒരു ടീം എഫേർട്ടാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ശിവനാണെങ്കിലും മിന്നൽ മുരളിയിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു, ടോബി അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനും ശിവൻ്റെ ഷോർട്ട് ഫിലിംസൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിരുന്ന സമയത്തും പരിചയം ഉണ്ടായിരുന്നു. അപ്പൂപ്പൻതാടി, മഞ്ഞാന എന്നൊക്കെ പറയുന്ന ശിവൻ്റെ ഷോർട്ട് ഫിലിംസൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ഷോർട്ട് ഫിലിംസ് ആയിരുന്നു ആ സമയത്ത്. അതുപോലെ രാജേഷും മിന്നൽ മുരളിയിൽ അഭിനയിച്ചിട്ടുണ്ട്. രാജേഷിനെ ആക്ച്വലി മിന്നൽ മുരളിയിൽ കാസ്റ്റ് ചെയ്തത് ശിവനാണ്. ശിവൻ മിന്നൽ മുരളിയിൽ ഒരു അൺഒഫീഷ്യൽ കാസ്റ്റിംഗ് ഡയറക്ടറോടെ ആയിരുന്നു. അപ്പോൾ ശിവൻ്റെ സജഷനിലുള്ള ഒരുപാട് കാസ്റ്റിംഗ് മിന്നൽ മുരളിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്ന് മുതലേ ശിവന് ആ ഒരു സെൻസിബിലിറ്റി, അതിൻ്റെ ഡിസ്കഷൻ്റെ സമയത്തും പ്രീ പ്രൊഡക്ഷൻ സമയത്തൊക്കെ ശിവന് കൃത്യമായിട്ടുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനെക്കുറിച്ചും. അപ്പോൾ ശിവൻ ഒരു സിനിമ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അതിലും നമ്മളെല്ലാവരും ഒരുമിക്കുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂലായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് സിജു ആണ്. സിജുവിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ റൈറ്റിങ്ങിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ കാണുന്ന റിവ്യൂസിലൊക്കെ വരുന്ന പോലെ പോപ്പ് കൾച്ചറും ട്രോളും മീമുകളും സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള ക്രൗഡിനൊക്കെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് റെഫറൻസുകളും സ്പൂഫും പാരഡിയൊക്കെ ഉള്ള ഒരു എഴുത്താണ് സിജുവിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. ബാക്കി പിന്നെ ഇതിലെല്ലാവരും അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും പിന്നെ ആ രീതിയിൽ തന്നെ ഒരു ഫാമിലി പോലെ തന്നെ ഇതിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നു. സുരേഷ് ഏട്ടൻ ഒക്കെ ആണെങ്കിലും ആദ്യം മുതലേ ഈ സിനിമയുടെ ഇപ്പം ആ പ്രൊഡക്ഷൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ല, അവിടെ തന്നെ അങ്ങനെ സിനിമ റിലീസായിട്ടും പോകുന്നില്ല. നമുക്ക് ഇത് സക്സസ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ടേ പോകുന്നു എന്നുള്ള രീതിയിലാണ് സുരേഷ് ഏട്ടൻ ഇതിൻ്റെ കൂടെ വെക്കുന്നത്. അപ്പോൾ സുരേഷ് ഏട്ടനാണെങ്കിലും സാധാരണ അങ്ങനെ കോളേജ് വിസിറ്റ്സിനോ ഒരുപാട് ഇൻ്റർവ്യൂസിനോ ഒന്നും വന്നിരിക്കാറുള്ള ആളല്ല. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഈ പറയുന്ന തമാശയൊക്കെ പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് ഏട്ടനും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഒരു പ്രസ് മീറ്റിന് തന്നെ വന്നിരുന്നിട്ട്. അപ്പോൾ ആ രീതിയിൽ സുരേഷ് ഏട്ടനൊക്കെ ഞങ്ങളുടെ കൂടെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവർക്കും ആ സിനിമയോടൊക്കെ ഉള്ള ഒരു സ്നേഹവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളൊരു ബന്ധങ്ങളുടെയൊക്കെ ഒരു പുറത്താണ് ഇതെല്ലാവരും അങ്ങനെ ഒരുമിച്ച് നിന്നു. പിന്നെ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ ഞാൻ തമാശയായിട്ട് പല ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. പറഞ്ഞതിനേക്കാളും ബജറ്റ് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. ഇച്ചിരിയല്ല, കുറച്ച്. മഴക്കാലം അപ്പോൾ കുറേ ദിവസം എല്ലാ ദിവസവും മഴയായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ. പിന്നെ മഴ കാണാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ സെറ്റിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് എവിടെ ഉണ്ടോ അവിടെയൊക്കെ മഴയായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. രാമേശ്വരത്ത് നല്ല
ഏത് മാസമായിരുന്നു? പുലിവെയിലത്ത് അല്ല, ഏത് മാസം? പുലിവെയിലത്ത് എങ്ങനെയാണ് മഴ പെയ്യുന്നത്? ഏത് മാസം? ആ, പുലിവെയിലത്ത് രാമേശ്വരം ഭാഗത്ത് മാത്രമായിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അവിടെയും മഴ പെയ്തു. അപ്പോഴും ഞങ്ങൾ ശിവൻ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഇവിടെയും മഴ പെയ്യണം. അതെ, അത് ഈ മരണമാസത്തിന്റെ സെറ്റിലായിരിക്കും. എന്തൊരു ഗതിയില്ലാത്തവന്മാരാണെന്നുള്ള രീതിയിലായിരുന്നു. എവിടെ പോയാലും മഴ. ഞങ്ങൾ അത് നൈറ്റായിരുന്നു, എല്ലാ ദിവസവും നൈറ്റ് ഷൂട്ടായിരുന്നു. ഫുൾ രാത്രി നടക്കുന്ന കഥയായതുകൊണ്ട് ഫുൾ നൈറ്റായിരുന്നു ഷൂട്ട്. രാത്രി പോയി രാവിലെ വരെ ഇരിക്കണം. ഈ രാത്രി ഉറക്കം വിളിച്ചിട്ട് 2 മണിക്ക് 3 മണിക്കൊക്കെ മഴയെ നോക്കിയിരിക്കുക, ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അത് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അതിലധികം വെറുതെ പൈസ പോയിക്കൊണ്ടിരിക്കുക. ഈ ലൈറ്റിംഗ് യൂണിറ്റും സെറ്റപ്പും ക്യാമറ ടീമും ക്രൂ എല്ലാവരും ഇവിടെ വന്നിട്ട് ജോലി എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു. ഷൂട്ടിംഗ് ഡേയ്സ് കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും സിനിമയെ യാതൊരു വിധ കോംപ്രമൈസും ചെയ്യാതെ അതിൻ്റെ കൂടെ തന്നെ നിന്ന് അവസാനം വരെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ക്വാളിറ്റി 2 ക്യാമറ ഉണ്ട്, മൾട്ടി ക്യാമറ, അതൊക്കെ ഇപ്പം എല്ലാവരും ഉണ്ട്. എന്നാലും പറഞ്ഞേക്കാം. ക്യാമറ സൂപ്പർ 35 വലിയ വെരി എക്സ്പെൻസീവ് ക്യാമറ. അത് 2 എണ്ണം. കൂക്ക് ലെൻസ് മേടിച്ചു. ഒരു ലെൻസ് മേടിക്കേണ്ടവരെ വന്നു. സാധാരണ ഒരു വാടക എടുക്കാറ്. സ്വന്തമായിട്ടൊരു ലെൻസ് മേടിച്ച പ്രൊഡ്യൂസറാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് എഫേർട്ട് അല്ലേ? ഇല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ എന്തോ അല്ല, എനിക്കും ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള പരിചയമുള്ളൂ. ഞാനല്ല സ്പോട്ടിലുണ്ടായിരുന്നു. നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഭയങ്കര നന്നായിട്ട് തന്നെ ഇതിന്റെ കൂടെ നിന്നിട്ടുണ്ട് കട്ടയ്ക്ക്. ടോയി എന്നുള്ള അവന്റെ ബ്രദറും ഉണ്ടായിരുന്നു, ടിങ്സ്റ്റൺ ചേട്ടനും ഗോകുലും. അവരൊക്കെയാണ് ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്തത്. അവർ തന്നെയാണ് ഈ സിനിമയുടെ ത്രൂ ഔട്ട് ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എല്ലാ രീതിയിലും ഇതിന്റെ കൂടെ നിന്നത്. അവസാന നിമിഷമൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് ടൈറ്റ് ഷെഡ്യൂളിലൊക്കെയാണ് ഇത് തീർക്കേണ്ടി വന്നത്. എന്നാൽ പോലും എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്ന് ഒരുമിച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങി എല്ലാവരുടെ അഭിപ്രായങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഈ കിടന്ന എഫേർട്ടും നമ്മൾ കാത്തിരുന്ന രാത്രികളും മഴ കണ്ടിരുന്ന രാത്രികളും ഇവരുടെ ഈ ടെൻഷൻ അനുഭവിച്ച ടെൻഷനും എല്ലാവരും ഈ അവസാന നിമിഷം ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഓടി നടന്ന് കഷ്ടപ്പെട്ടതിനൊക്കെ ഇപ്പോൾ ഒരു റിവാർഡ് കിട്ടുന്നു, പേ ഓഫ് കിട്ടുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അഗെയിൻ ആത്മാർത്ഥമായിട്ട് ഇതിനെ സമീപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയുള്ള റിവാർഡുകളാണത്. അപ്പോൾ അത് പ്രഷറുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു റെസ്പോൺസ് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം. ബാക്കി കൺവിൻസിങ് സ്റ്റാർ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമസ്കാരം. എനിക്കിങ്ങനെ ചോദ്യശരങ്ങൾ വേണം. അപ്പം ഞാൻ മയക്കട്ടെ, വെറുതെ ശരങ്ങൾ പോരട്ടെ. ഹൈദരാലി ഒളിഞ്ഞിരിക്കുന്നില്ല. സിനിമ കണ്ടവരാണോ നിങ്ങളൊക്കെ? ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് പറയേണ്ടത്. നമ്മളിന്നലെ കുറേ തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂറോളം സിനിമയുടെ അവസാന ഭാഗം ഞങ്ങൾ തിയേറ്ററിൽ ഓഡിയൻസ് അറിയാതെ മാറിയിരുന്ന് ഇങ്ങനെ കണ്ടു. അപ്പോൾ നേരിട്ട് അവരുടെ ചിരി കൈയടികളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. പ്രായഭേദമന്യേ നല്ല മുതിർന്ന അമ്മച്ചിമാരും അപ്പന്മാരൊക്കെ തിയേറ്ററിലുണ്ടായിരുന്നു. എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു. കുട്ടികളുണ്ടായിരുന്നു തിയേറ്ററിനകത്ത്. അപ്പോൾ ആ കാഴ്ചയൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു ക്രൗഡ് നല്ല തിയേറ്ററിലുണ്ടായിരുന്നു. അവരുടെ റെസ്പോൺസ് നേരിട്ട് കണ്ട് അനുഭവിച്ച സന്തോഷം കൂടി ഞങ്ങൾക്കുണ്ട്. അത്രേ പറയാനുള്ളൂ. എന്താ അവർ പറഞ്ഞ വെച്ചാൽ ഇത് ലോജിക്ക് നോക്കിയിട്ട് ചെയ്യേണ്ട, ഇങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥയുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ സിനിമ ഈ 2.25 മണിക്കൂർ 2:17 വളരെയധികം ആസ്വദിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്തു. നേരിട്ട് കേട്ടറിഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. സംവിധായകൻ എന്തൊക്കെയോ കുറേ പറയാനുണ്ട്. ചോദ്യശരങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ ബേസിലിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ലാസ്റ്റ് മിന്നൽ മുരളിയിലായിരുന്നു. അതിന് മുമ്പ് പരസ്യങ്ങളായിരുന്നു ചെയ്തത്. പരസ്യങ്ങളും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ഒരു സിജുവായിട്ട് ഒരു പരസ്യത്തിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഒരു സിജു ഐഡിയ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഐഡിയ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നമ്മളതിനൊരു ഏകദേശം ഒരു 1 ലൈൻ ആക്കിയിട്ട് ഇത് പ്രൊഡക്ഷൻ ആരെ മീറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനായിട്ട് ഒരു ദിവസം രാത്രി ഉറക്കമൊന്നുമില്ലാതെ 4 മണിക്ക് ഞാനൊരു കാര്യമില്ലാതെ അതിൻ്റെ 1 ലൈൻ ടോയ്ക്ക് അയച്ചു കൊടുത്തു. അതെന്തിനാ അയച്ചതെന്ന് എനിക്കറിയില്ല. അന്ന് പുള്ളിക്ക് പ്രൊഡക്ഷൻ പ്ലാനുകളൊന്നും ഇല്ല. അപ്പം ഞാൻ ഒന്ന് വായിച്ച് നോക്കാൻ വേണ്ടി അയച്ചു. പുള്ളി പറഞ്ഞു അമേരിക്കയിൽ യു എസിൽ എവിടെയായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നിട്ട് കാനഡ.
അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ എല്ലാവരും നമ്മുടെ കൂടെ വന്ന് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബേസിനോട് കഥ പറയുന്നത്, അഭിനയിക്കാൻ വേണ്ടി പറയുന്നതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആണ് പിന്നെ ഈ സിനിമയുടെ ഒരു പ്രീ പ്രൊഡക്ഷനും പിന്നീട് ഗൂഗിൾ, നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഗൂഗിളാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തിരുന്നത്. ടിൻസൺ ചേട്ടനാണ് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നിരുന്നത്. ഫുൾ പ്രൊഡക്ഷൻ പുള്ളിയാണ് ഹാൻഡിൽ ചെയ്തത്. എന്നെക്കാളും കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള ടിൻസൺ ചേട്ടനായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആ സിനിമ ഇപ്പോൾ ഇവിടെ തിയേറ്ററിൽ ഇറങ്ങി, ഇന്നലെ ഇറങ്ങി. ഇന്ന് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്, നല്ല ഹ്യൂമർ തിയേറ്ററുകളിൽ വർക്കാവുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ബാക്കി സംസാരിക്കാൻ വേദിയിലേക്ക് പ്രചണ്ഡ താരത്തിന് ക്ഷണിച്ചു കൊടുക്കും. അപ്പം ഇത് ആദ്യമായിട്ട് തിരക്കഥ എഴുതിയൊരു പരിപാടിയാണ്. അപ്പം ഞാൻ ശിവചേട്ടനോട് ഈ പരിപാടി പറയുന്നു, ഇതൊക്കെ ഇത്രയൊക്കെ ആവുന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നൊന്നുമില്ല. അത് ചോദിച്ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബേസിലായിട്ട് ഞാൻ എഴുതിയ സമയത്ത് ഞാൻ അതിനകത്തൊരു പ്രധാന റോൾ, വേറെ റോൾ, മറ്റൊരു റോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എഴുതിയതാണ്. പക്ഷെ അതിപ്പോൾ ഇവിടം വരെ എത്തി. ഇപ്പം സുരേഷ് ചേട്ടൻ പറഞ്ഞ പോലെ ഇന്നലെ നമ്മൾ തിയേറ്റർ വിസിറ്റ് നടത്തിയപ്പോൾ നമുക്ക് അതിൻ്റെ പൾസ് കിട്ടി. കാരണം ഇറങ്ങി വരുന്നതൊക്കെ നല്ല പ്രായമുള്ളവരും കൊച്ചു പിള്ളേരും ഒക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഭയങ്കര കയ്യടിയും ഓരോരോ ഓരോരോ ഡയലോഗുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പടം കണ്ടിട്ട്, ഇപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അവരിപ്പോൾ കല്യാണം കഴിച്ച അവർക്ക് പിള്ളേരൊക്കെ ആയി. അപ്പോൾ അവരോട് ഈ പിള്ളേരൊക്കെ തിയേറ്ററിൽ ഭയങ്കര ബഹളമാണ്. ഞങ്ങൾ പറയണമെന്ന് മിണ്ടായി ആൾക്ക്. കാരണം പിള്ളേർക്ക് ഇത് ഭയങ്കരമായിട്ട് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു കാർട്ടൂണിക് സ്വഭാവം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ജോമോനെ കാണുമ്പോഴും പല ആൾക്കാരെ കാണുമ്പോഴും ഭയങ്കര ചിരി, ഇപ്പോൾ ബേസിലായിട്ടിൻ്റെ മുടിയും എല്ലാം കാണുമ്പോൾ ഭയങ്കര ചിരിയും. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇത് വർക്കാവുന്നു. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിറഞ്ഞ സദസ്സുകളിൽ തന്നെ ഓടട്ടെ എന്ന പ്രതീക്ഷയാണ്. അപ്പം എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം. അടുത്താൾക്ക് കൊടുക്കുന്ന മൈക്ക്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മരണമാസിൻ്റെ ഒരു പാർട്ടാകാൻ പറ്റിയതിലും സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിലൊക്കെ. ഇപ്പം ആൾക്കാർ തിയേറ്ററിൽ നല്ല റെസ്പോൺസൊക്കെ പറയുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പം അതിനേക്കാളും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണണം. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു സിനിമയാണ് നമ്മൾ. അപ്പം താങ്ക് യു. ശിവൻ്റെ വേഴ്സ് പണ്ടൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ശിവൻ എന്തെങ്കിലും ഒരു പടം ചെയ്യുമ്പോൾ ശിവൻ്റെ പടത്തിൽ ഉണ്ടാവണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മരണമാസിന് പോസ്റ്റർ അനൗൺസ് ചെയ്ത സമയത്ത് സിജുവിനെ വിളിച്ച് ഞാൻ ചോദിച്ചു. ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല റൂമിൽ. പിന്നെ ഈ പടത്തിന് ഭാഗമാവാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. പിന്നെ ഇഷ്ടമുള്ള കുറേ പേരുടെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. എസ്പെഷ്യലി ജോമോനെ അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് ആസ് എൻ ആക്ടർ. അപ്പോൾ ജോമോൻ്റെ കൂടെ ഒരു പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം തരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ഇത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പരിചയമുള്ള എല്ലാവരോടും പറയുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ബഡ്ജറ്റിൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നെ ശിവേട്ടൻ വിളിച്ചു, ലിസിച്ചോടെ സംസാരിച്ചു എന്നുള്ളത് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഇതുപോലെ ടോവിനോ ചേട്ടൻ ബേസിൽ ചേട്ടൻ്റെ ഒരു കോമ്പിനേഷൻ ഉള്ളൊരു സിനിമയുടെ ഒരു പാർട്ടായിട്ട് വളരെ കുഞ്ഞു റോളാണ് ഞാൻ ചെയ്തത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് പ്രൊമോഷനൊക്കെ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും വലിയൊരു ചേർത്ത് പിടിക്കൽ തന്നെയാണ്. അതായത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരോടും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.